Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ശ്രീമൂല നഗരത്ത് ഉത്സവ പ്രതീതി. ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് ആവേശകരമായ തുടക്കം. ഡിസംബർ 8 ഞായറാഴ്ച വരെയാണ് വിവിധ വേദികളിലായി മത്സരങ്ങൾ നടക്കുന്നത്. ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് ശ്രീമൂലനഗരം പട്ടരുകൂടി ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരത്തോടെ തുടക്കമായി. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ പുതിയ തലമുറയുടെ കലാകായിക രംഗത്തുള്ള അവരുടെ പ്രകടനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ നടത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനാണ് കേരളോത്സവം നടത്തുന്നത്. പലപ്പോഴും പങ്കാളിത്തം കുറവാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ക്രിക്കറ്റിനൊക്കെ നല്ല പങ്കാളിത്തം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ കായിക രംഗത്തുള്ള എല്ലാവരെയൊക്കെ ഇപ്പോൾ ഒത്തിരി യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ യുവജന പ്രസ്ഥാനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് എല്ലാ പരിപാടികളിലും നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവണം. എന്തായാലും പഞ്ചായത്ത് ഭരണസമിതിയും മറ്റെല്ലാവരെയും ഞാൻ ഈ തരുണത്തിൽ അഭിനന്ദിക്കുന്നു. സ്പോർട്സിൽ അധികം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇന്ന് നല്ല ക്രിക്കറ്റിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഉഷാറാവട്ടെ. എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഈ കേരളോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. കേരള ഗവൺമെന്റും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മത്സരമാണ് നമ്മളുടെ ഈ പറഞ്ഞ പോലെ കേരളോത്സവം. കേരളോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കലാ കായിക സാംസ്കാരിക മത്സരങ്ങളെല്ലാം തന്നെ ഒരേ വേദിയിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മിക്കവാറും നമ്മളുടെ യുവാക്കളായിട്ടുള്ള ആളുകളെ മുഴുവനും അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനും വികസനത്തിനും എല്ലാം ഉതകുമാറ്, നമ്മളുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എല്ലാം ഉതകുമാറ് അവരെ ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ പഞ്ചായത്ത് തലത്തിൽ നിന്നും ബ്ലോക്ക് തലത്തിൽ നിന്നും ജില്ലാ തലത്തിൽ നിന്നും സ്റ്റേറ്റ് തലത്തിലും അവിടെ നിന്നും വിജയികളാകുന്ന ആളുകൾക്ക് ദേശീയ തലത്തിലും മത്സരിക്കുവാനുള്ള അവസരമാണ് ഇതുവഴി നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ വർഷം നമ്മളുടെ ഫുട്ബോൾ ടീം സ്റ്റേറ്റ് മത്സരത്തിൽ വരെ ചെന്നു റണ്ണറപ്പായി. അപ്പം അവർക്ക് തീർച്ചയായിട്ടും നല്ല അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. ഇനിയും ഈ പറയുന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ യുവാക്കളെയും ഈ പറയുന്നത് പോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ആകർഷിക്കുന്നതിനും മറ്റും നമ്മൾ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിലെല്ലാം തന്നെ പ്രയത്നിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷബീർ അലി, പഞ്ചായത്ത് അംഗങ്ങളായ KC മാർട്ടിൻ, KP അനൂപ്, VJ ആൻഡു, സിൽവി ബിജു, യൂത്ത് കോർഡിനേറ്റർമാരായ ലിൻഡോ P ആൻഡു, ജിന്നാസ് ജബ്ബാർ, ഷിനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിസംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചെസ് മത്സരം നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് ശ്രീമൂലനഗരം അല്ലമീൻ സ്കൂൾ ഗ്രൗണ്ടിൽ വോളിബോൾ മത്സരം, ശനിയാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ രചന കലാ മത്സരങ്ങൾ, ഞായറാഴ്ച വൈകിട്ട് അകവൂർ സ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങൾ എന്നിവ നടക്കും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.